ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ, ഇന്ന് 3 അത്ഭുത വചനങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ല എങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ നിയോഗങ്ങൾക്കൊപ്പം ഈ വചനം കൂടി ചേർത്ത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ നിയോഗങ്ങൾ അത് ഏതുമായിക്കോട്ടെ, ഈ വചനങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടും. പ്രാർത്ഥനയുടെ അവസാനം സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയവും പിതൃത്വസ്തുതിയും ചൊല്ലാൻ മറക്കരുത്. ആദ്യത്തെ തിരുവചനം നോക്കാം. സങ്കീർത്തനം അദ്ധ്യായം 107 13 വാക്യം. അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അപ്പോൾ അവിടുന്ന് അവരെ രക്ഷിച്ചു. സഹനങ്ങളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. ഈ ഒരു വചനം നിങ്ങളുടെ നിയോഗം, നിങ്ങളുടെ ആവശ്യം അത് ഏതായാലും അതിനൊപ്പം ചേർത്ത് പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ഈശോ നിങ്ങൾക്ക് വേണ്ട പരിഹാരം നൽകും. ഈ ഒരു വചനം എഴുതി വെച്ചിട്ടോ ബൈബിളിൽ അടയാളപ്പെടുത്തിയോ വെച്ച് പ്രാർത്ഥനയ്ക്കൊപ്പം ചൊല്ലണം. രണ്ടാമത്തെ വചനം പുറപ്പാട് പുസ്തകം 33 അധ്യായം 17 വാക്യം. മോശയോട് കർത്താവ് പറയുന്നുണ്ട്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ സാധിച്ചു തരും. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നീ എൻ്റെ പ്രീതി നേടിയിട്ടുണ്ട്. ഈ ഒരു വചനം ഇത് ഒത്തിരി അനുഗ്രഹം നേടിയിട്ടുള്ള വചനമാണ് കേട്ടോ. ഒത്തിരി പേർക്ക് ഈ ഒരു വചനത്തിലൂടെ ഉത്തരം ലഭിച്ചിട്ടുണ്ട്. മോശയോട് പറഞ്ഞതുപോലെ ഈശോ നീ ചോദിക്കുന്ന കാര്യം നിനക്ക് നൽകും. മൂന്നാമത്തെ ഒരു വചനം, ഇതൊരു പ്രത്യേക അത്ഭുത അനുഗ്രഹ വചനമാണ്. സങ്കീർത്തനം 20 അധ്യായം 4 വാക്യം. കർത്താവ് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. നിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കട്ടെ. ഈ ഒരു വചനം നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കൊപ്പവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നിയോഗങ്ങൾ എന്തുമായിക്കോട്ടെ, ഈ വചനങ്ങൾ ചേർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 20 അധ്യായത്തിൽ 4 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ ഈശോയെ ഞാനും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എന്നെ രക്ഷിക്കണമേ, എൻ്റെ ആവശ്യം നടത്തി തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രാർത്ഥനയുടെ അവസാനം സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയവും പിതൃത്വസ്തുതിയും ഒരു തവണ നിർബന്ധമായും ചൊല്ലണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.